കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മേ, ഓ നീ കഴിക്കണ്ട? കഴിക്കാൻ ഒന്നുമില്ലേ? രാവിലത്തെ ഉപ്മാവുണ്ട്. അത് മതി. മതിയാ? കടലക്കറി ഇല്ലേ? കടലക്കറിയുണ്ട്. എടുത്താ ഞാൻ ഇവിടെ ഇരുന്നോ? കൈട്ടെ. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ പഴമുതിരും ചോലകളിൽ ചായ എടുക്കാം. കട്ട മതിരാമേ. അമ്മേ, ഇതെന്താ ഈ കടലക്കറിക്ക് ഒരു പിണ്ണാക്കിന്റെ മണം? എന്ത് കടലക്കറിക്ക് ഒരു പിണ്ണാക്കിന്റെ മണേ? പിണ്ണാക്കിന്റെ മണോ? മണത്തോക്കിയേ നോക്കട്ടെ. എന്താ? ഇല്ല. ഇല്ലേ? നീയേ കാടി ഇറക്കിയിട്ട് മര്യാദക്ക് കൈ കഴുകിണ്ടായിരുന്നാ? അതാ പോയി വൃത്തിയായിട്ട് കൈ കഴുകിട്ട് തിന്നടാ. ഇനി വേണ്ട, നീ ഇത് മതി. അത് സാരില്ല അമ്മ, പിണ്ണാക്കൊക്കെ നല്ലതാ. പിണ്ണാക്കേ പശുക്കളൊക്കെ തിന്നണത് നല്ല. അതൊന്നും കുഴപ്പമില്ല. അമ്മ പോ. അമ്മ പോലെ അമ്മ അവിടെ ഇരുന്നേ. എന്തേ? ഒരു കാര്യം പറയാണ്ട്. പറഞ്ഞോ. അമ്മ അവിടെ ഇരിക്കേ. നിങ്ങൾ നിൽക്കുമ്പോ അമ്മക്ക് എന്തോ തിരക്കുള്ള മാതിരി തോന്നുക. എന്താണ് അമ്മേ? അച്ഛൻ പറഞ്ഞല്ലോ. എന്ത്? അച്ഛന് വയ്യാണ്ടാവുകയാണ്. അച്ഛൻ ചിലപ്പം പെട്ടെന്ന് മരിക്കും. അപ്പൊ അതിനു മുമ്പ് മക്കളുടെ കല്യാണം കാണാന്നൊക്കെ പറഞ്ഞില്ലേ? അത് പറഞ്ഞു. അമ്മേ, അച്ഛനെ അനന്തേട്ടന്റെ കല്യാണം തന്നെ കാണുന്നുണ്ടോ? അതെന്താ നീ അങ്ങനെ പറയണേ? അല്ല, എന്റെ കല്യാണം കണ്ടാലും പോരാ, ഞാനും മോനല്ലേ. അത് മതിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ആലോചിക്കായിരുന്നടാ. പക്ഷെ അതിനിപ്പോ നീ പോയി പെണ്ണ് കാണണം, പിന്നെ അത് ഇഷ്ടാവണം, ഉറപ്പിക്കണം, നിശ്ചയം നടത്തണം, എന്തോരം പണിയുണ്ട്. അമ്മ എന്താ പറയണേ? പെണ്ണ് കാണേ? പിന്നെ വേണ്ടേ? ഉറപ്പിക്കേ? അപ്പന്റെ കുമാരിയോ? കുമാരിയാ? അപ്പൊ ഇതാണ് എന്റെ മോൻ പറഞ്ഞു തന്നത്. അപ്പുണ്ണിയെ, അതിന് വെച്ച വെള്ളം എന്റെ മോനോട് മാറ്റി വെച്ചോട്ടാ. അതെന്താ അമ്മ അങ്ങനെ പറയണേ? അമ്മ എപ്പോഴും വാക്ക് മാറ്റണം എന്തിനാ? തിന്നിട്ട് എണീറ്റ് പോയേ. അമ്മേ, ഒരു ആലോചനക്കാരൻ വന്നിരിക്കുന്നു. നീറ്റ് പാടാറുന്നു. എന്താ ഈ അമ്മയുടെ മനസ്സിങ്ങനെ? കാട്ടുപോത്തിന്റെ മനസ്സാ. ഒരു മാന്റെ മനസ്സായിക്കോട്ടെ നമുക്ക്. ഭദ്രകാളി വാക്കിനൊരു സ്ഥിരതയില്ല, മാറി മാറി പറയാം. ആരാ? ഞാനാ. അപ്പുണ്ണിയേട്ടനാ. ജനല് തുറക്ക്. എന്താ പുണ്യേട്ടാ? കാണാന്ന ഒന്ന് കാണാൻ. ഇപ്പോഴോ? ആ അച്ഛനുണ്ട്.
അപ്പുണ്ണേട്ട അച്ഛൻ കണ്ട പ്രശ്നാവും. അച്ഛൻ കാണില്ല. നീ ഒച്ച ഉണ്ടാക്കാണ്ട വന്നേ. അവിടെ ആരെങ്കിലും ഉണ്ടാവും. ആരുമില്ല, ഞാൻ നോക്കി. അപ്പുണ്ണേട്ട അച്ഛൻ അറിയുന്നു. നീ ഇങ്ങോട്ട് വന്നേ. വാ, എന്താ പറയും? ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് വന്ന്. ഇവിടെ നിൽക്കാം. വാ. അപ്പുണ്ണേട്ട എന്ത് പരിപാടി കാണിക്കണേ? എന്താ? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യും കാലും വിറയ്ക്കണു. ആരും കാണില്ല. എനിക്ക് കാണണം തോന്നി അങ്ങോട്ട് പോന്നു. ഇപ്പൊ കണ്ടില്ലേ? അവിടെ നിക്ക്, ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പോവാ. അപ്പുണ്ണേട്ട അച്ഛൻ വരണ്ടോ? വരുന്നില്ല, വരുന്ന്. വെറുതെ പറഞ്ഞ പേടിപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ പേടിച്ചിരിക്കും അവിടെ. അച്ഛനൊന്നും വരില്ല, നീ അവിടെ നിൽക്കും. അച്ഛൻ വന്ന് കണ്ടാലോ? ഒന്നും കാണൂല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അമ്മ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കും തോന്നുന്നില്ല കേട്ടോ. ഞാനിന്നും അമ്മയടുത്ത് ചോദിച്ചു. അമ്മക്ക് തീരെ മനസ്സില്ല. അപ്പം എനിക്ക് സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. ഇത് പറയാനാ അപ്പുണ്ണേട്ട അങ്ങോട്ട് വന്ന്? അപ്പം ഒന്ന് കാണണം തോന്നി, അതന്നെ. ശരിയാവും. ശരിയായി മതി. അതിനാ ഞാനും പ്രാർത്ഥിക്കണേ. എന്നാ അപ്പുണ്ണേട്ടൻ പൊക്കോ. അവിടെ നിൽക്ക് നീ കുറച്ചു നേരം കൂടെ. ഞാൻ അത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ കാണാൻ. ആരെങ്കിലും കാണും അപ്പുണ്ണേട്ടാ? ഉറക്കം വരണ്ട? പേടിച്ച് വരച്ചിന്റെ ഉറക്കൊക്കെ പോയി. എന്തിനാ പേടിക്കണേ? ഞാൻ എൻ്റെ കൂടെ. ഇത്രയും ക്ലാരിറ്റി ആയിട്ട് പടം കൊടുത്തിട്ടാണ് ആള് പൊട്ടലാണ് ചീറലാണെന്ന് പറഞ്ഞ് പൈസ തരാതിരിക്കണം. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാനാണ്? ആള് മുമ്പിൽ വന്ന് പറയണ പോലെയുള്ള പിക്ചറാണ് ഇത്. എൻ്റെ തന്നെയാണോ ദൈവം? കല്യാണം കണ്ടേ, എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? അതൊക്കെ ഇവിടെ ചെക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉയരമുള്ള ആളായിരുന്നു. അപ്പുണ്ണിനെ കണ്ട നീ? ചിരിയുമായിരുന്നു കാണാൻ. നീ അപ്പുണ്ണിനെ കണ്ട? അമ്മ ഈ ക്ലാരിറ്റി നോക്കിയ പിക്ചറിന്റെ 60% അമ്മ ഇപ്പൊ കൊടുക്കണല്ലോ. എന്നിട്ടാണ് ഇത്രയും 4K ക്വാളിറ്റി കിട്ടുന്നത്. നീ അതൊന്ന് ഓഫാക്കിയേ. എന്താണ്? നീ അപ്പുണ്ണിനെ കണ്ട? അപ്പുണ്ണി അവിടെ വല്ലയിടത്തും ഉണ്ടാവും. അവിടെ നോക്കത്. അവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും അപ്പുണ്ണി ഇല്ല. അന്ന വല്ല പിണ്ണാക്ക് മേടിക്കാൻ പോയിട്ടുണ്ടാവും. അപ്പുണ്ണി എന്റെ മടിയിലിരിക്കണ. ഞാൻ അപ്പുണ്ണിനെ നോക്കി നടക്കണം. ഇതൊന്ന് കാണട്ടെ. എടാ, ഈ നേരത്ത് പിണ്ണാക്ക് മേടിക്കാനൊന്നും പോവാറില്ല അവൻ. അതുമല്ല, ഇവിടെ ഇഷ്ടം പോലെ പിണ്ണാക്ക് ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു വാളിനെടുത്ത് അമ്മ വായിലിട്ടിത്തിരി വെള്ളവും കുടിക്കും. ഒന്നും മിണ്ടാതിരിക്കും, ഒന്ന് കാണട്ടെ. അപ്പുണ്ണീനെ അന്വേഷിച്ചിറങ്ങിയേക്കാണ്. 10 മിനിറ്റാണ് ഒന്ന് ഇരിക്കാൻ പറ്റുന്ന സമാനമായിട്ട്. നിന്നോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ആ അമ്മ ഇത്തിരി നേരം ഇവിടെ നിന്ന് സമാനമായിട്ട് കാണാൻ മനസ്സൊക്കെ ഒന്ന് തെളിയട്ടെ. പോടാ അവിടുന്ന്. പിന്നെയും തല്ലു തുടങ്ങിയോ? എടാ, നീ അപ്പുണ്ണീനെ കണ്ട? ഞാൻ ഇവിടെയൊക്കെ നോക്കി കാണാനില്ല. അപ്പുണ്ണി നേരത്തെ കിടന്നുണ്ടാവും ചിലപ്പോ. അവന് നല്ലോണം പറമ്പിൽ നല്ലോണം പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ കിടക്കാറുണ്ടല്ലോ, അവൻ കിടന്നുണ്ടാവും. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ? എന്താ അത്യാവശ്യം? ഒന്നുമില്ല, ഞാൻ കാണാത്തോണ്ട് ചോദിച്ചതാ. കൃഷ്ണ, എന്നാ ശരിയടാ, ഞാൻ കിടക്കാൻ പോവാ. ആ കിടന്നോ. പങ്കിയമ്മ, നമ്മുടെ ഓഫീസിൽ പുതിയൊരു EDFA മേടിച്ചു വെച്ചേ. അപ്പൊ അതിന്റെ പിക്ചർ ക്ലാരിറ്റി ഒന്ന് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടില്ലേ? എന്താ പിന്നെ എന്തെങ്കിലും പറ. അപ്പുണ്ണേട്ടൻ പറ. രാത്രി എന്താ കഴിച്ചേ? ഞാൻ കഞ്ഞിയാ കുടിച്ചേ. ഞാൻ ഒന്നും കഴിച്ചില്ല. ഒന്നും കഴിച്ചില്ലേ? നമുക്കൊരു കല്യാണം കഴിച്ചാലോ? പോവാ അപ്പുണ്ണേട്ട. സമയം ഒരുപാടായി. അപ്പുണ്ണേട്ടൻ ചെല്ല്. പോവാല്ലേ? പിന്നെ അച്ഛനെങ്ങനെ വന്നാലുണ്ടല്ലോ, അച്ഛൻ വേണ്ട വേറെ ആരെങ്കിലും കണ്ട നാണിക്കേടല്ലേ? ആരും കാണില്ല. അമ്മ അറിഞ്ഞാ അറിയാലോ. ആ, എന്നാ ഞാൻ പോട്ടെ.
നാളെ കാണാം അല്ലേ? നാളെ കാണില്ലേ? നാളെ കാണാം. അപ്പൊ ഞാൻ പോവാട്ടാ. ചില്ല പുണ്ണിട്ടാ. പോട്ടെ. കുമാരി പോയില്ലേ? പോവാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴേക്കേ ഒരു പേടി പോവാൻ. പേടിയോ? ആ ഒറ്റയ്ക്ക് പോവാൻ. എന്താ പുണ്യേട്ടൻ നീ പറയണേ? എനിക്കറിയില്ല. ഒറ്റയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വരുമ്പം കുമാരിയെ കാണാനുള്ളൊരു ആവേശത്തിന്റെ ധൈര്യമൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പൊ അതില്ല. എന്താ പുണ്യേട്ടാ? എന്താ ചെയ്യാ? അങ്ങോട്ട് ചെല്ല്. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യാ? ഞാനേ വരാന്തയിൽ കിടന്നാലോ? രാവിലെ എണീറ്റ് പോവാ. അതൊന്നും ശരിയാവില്ല. അച്ഛൻ എണീക്കണേന് മുമ്പ് പൊക്കോളാ. അതൊന്നും ശരിയാവില്ല പുണ്യേട്ടാ. പുണ്യേട്ടൻ ചെല്ല്. എങ്ങനെ ഞാൻ പോവാ? കണ്ട ഈ രാത്രി വരണ്ട വല്ല കാര്യമുണ്ടോ പുണ്യേട്ടന്? ഇഷ്ടം കൊണ്ട് വന്നല്ലേ. ഇപ്പൊ നന്നായില്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? പേടിയാട്ടാ. ഈ ഇരുട്ടിലൂടെ ഒക്കെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വരാ? പേടിയല്ലേ? എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടേ ആണുങ്ങൾ ഒറ്റക്ക് നടക്കുമ്പോ യക്ഷി കൊടുത്തേ. കുമാരി യക്ഷി കണ്ടുണ്ടോ? ഇല്ല. ആ അമ്മൂമ്മ കണ്ടുണ്ട്. എങ്ങനെ മനസ്സിലാവുന്നറിയോ? പേര് വെച്ചാൽ മിണ്ടൂല അത്രേ. യക്ഷിയോ? ആ അപ്പൊ ഉറപ്പിക്ക യക്ഷിയായിരിക്കുന്നു. ആ പുണ്യേട്ടൻ എന്നെ പേടിയുണ്ടോ? ഞാൻ എന്തിനു പേടിക്കണേ? കുമാരിയല്ലേ. എന്താ പേര്? എന്താ പേര്? എന്താ പേര്? പേര് പറഞ്ഞൂടെ? എന്താ പേര്? കുമാരി. പേടിച്ചാ? കണക്കായി പോയി. ഇവിടുത്തെ നടക്ക്. പേടിച്ച് നടക്കുക. അവള് മുമ്പിൽ പോണ്ടാട്ടാ. മുമ്പിൽ യക്ഷി വരും. അതെ, രാത്രി ആരും നന്നായിട്ടോ. ആരും കാണില്ലല്ലോ. ഒരു ടോർച്ച് എടുക്കായിരുന്നല്ലേ? അപ്പൊ നിനക്ക് എടുത്തൂടായിരുന്നോ? അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പോരെ പോരെ. ആവൂ. അതെ, ഇനി ഞാൻ പൊക്കോളാം. ഇനി കുമാരി പോക്കോ. അപ്പൊ ഞാനോ? വീട്ടിൽ പോക്കോ. എങ്ങനെ? എങ്ങനെയാണോ? ഈ വഴി പോയാ പോരെ നിന്റെ വീട്ടിലേക്ക്. അല്ല, ഒറ്റയ്ക്ക് എങ്ങനെയാ പോവാ? ആ എനിക്ക് പേടിയാ. അപ്പൊ നിനക്ക് പേടിയാണോ? ആ പുണ്യേട്ടനുള്ള ധൈര്യത്തിലല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ അവിടെ നിന്ന് എന്താ പറയാ ഞാൻ നിനക്ക് പേടിയാന്നുള്ളത്? എനിക്ക് ശരിക്കും പേടിയാവുണ്ട് കേട്ടോ. പുണ്യേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടാക്ക്. നീ ധൈര്യമായിട്ട് പോക്കോ. എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക് പോവാൻ. ഇനിയിപ്പോ ഞാൻ നിന്നെ കൊണ്ടുവിടണോ? കൊണ്ടുവിട്ടിട്ട് പിന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ നീ വരണ്ടേ? എന്നിട്ട് രാവിലെ വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കാം. പുണ്യേട്ടൻ വല്ല കാര്യമുണ്ട് ഈ രാത്രി അങ്ങോട്ട് വരേണ്ടത്? പറ്റുപോയി. ഇഷ്ടം കൊണ്ടല്ലേ. ഇത് സമാധാനായില്ലേ? എന്താ ചെയ്യാ? അച്ഛനെങ്ങാനും എണീറ്റ് എന്നെ അന്വേഷിക്കും. എന്നെ കൊണ്ടാക്ക്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പങ്കിയമ്മാവനെ വിളിക്കട്ടെ? വേണ്ട വേണ്ട, അവരൊക്കെ അറിഞ്ഞാ നമ്മളെ കൊല്ലും. പങ്കിയമ്മാവനോട് മാത്രം പറയാം. പുണ്യേട്ടൻ എന്തീ പറയണേ? ചെറിയ കാര്യമാണ് ചെയ്തു വെച്ചേക്കണേ. പങ്കിയമ്മാവനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്നിട്ടോ? എന്നിട്ട് കുമാരിയെ ഞാനും പങ്കിയമ്മാവനോട് കൊണ്ടുവിടാം. എന്നിട്ട് ഞങ്ങളും കൊണ്ട് പോരാം. അല്ലാതെ വഴിയില്ല കുമാരി, എനിക്ക് പറ്റില്ല. എനിക്ക് പേടിയാവണം പുണ്യേട്ടാ. നീ ധൈര്യമായിട്ടിരിക്കും. നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി പങ്കിയമ്മാവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാ? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്ക് പേടിയാണോ? ഇവിടെ പേടിക്കണ്ട, അതിന് വീടല്ലേ. പുണ്യേട്ടൻ വേഗം പോയിട്ട് വരും. ഞാൻ വേഗം വരാം. നീ ഇവിടെ എവിടെയെങ്കിലും നോക്കിന്നോട്ടാ. വേഗം തന്നെ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. നിനക്ക് ധൈര്യം ഉണ്ടാവുന്ന ഞാൻ കരുതിയേ. എൻ്റെ അത്രയും കൂടെ ധൈര്യമില്ല ഇപ്പൊ നിനക്ക്. ഞാനിപ്പോ ഇവിടുന്ന് ഒറ്റയ്ക്കാ വീട്ടിലേക്ക് പോകണം, അറിയോ? അവിടെ നിൽക്കട്ടാ. അമ്പിളിക്ക് കിടന്നോ? ഷാന,
നിന്നോട് ഞാൻ ആ ഫൈബർ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചായിരുന്നാ? ഏ ഫൈബർ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് എടുത്തു വെച്ചായിരുന്നാന്ന്. ഫൈബർ എന്ന് വെച്ചാ കേബിൾ ആണോ? പിന്നല്ലാതെ. അത് ഞാൻ മറന്നുപോയി. നീ മറന്നാ? എടി ഞാൻ രാവിലെ പോയപ്പോ നിന്നോട് പറഞ്ഞതാണ് ആ തൊഴുത്തിന്റെ മുകളിലെ ചായപ്പിന്റെ പുറത്ത് ഞാൻ അത് വെച്ചിട്ടുണ്ട്, നീ ഇവിടെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞാ. നീ സോറി അക്കാ. എന്ത് സോറിന്ന്? വല്ലവരുടെ അവിഹിതത്തിന്റെ കാര്യമാണെങ്കിൽ അവള് ഓർത്തിട്ട് വന്ന് പറഞ്ഞാനെ. അപ്പൊ അവനവനെ അരി മേടിക്കണ ഒരു കാര്യം പറഞ്ഞപ്പോ അവൾക്ക് ഓർമ്മയില്ല, മറന്നുപോയിന്ന്. ഞാൻ ഇപ്പൊ പോയി എടുത്തു വെച്ചോളാം. നീ എടുത്തു വെക്കണ്ടേ? നീ എനിക്ക് രാവിലെ പോകുമ്പോ കൊണ്ടുപോകാനുള്ളതാണ്. അത് വാതിക്കിരുന്നാലേ ഓർത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് അതിന്റെ പുറത്തിരുന്നാ ഞാൻ മറക്കൂലേ? ഞാൻ പോവാന്ന്. നീ പോകണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി എടുത്തോളാം. എവിടേക്കാണ് നീ എന്നെ ഈ വലിച്ചുകൊണ്ടോണേ? അവരുടെ ടി വി കണ്ടോണ്ടിരുന്ന എന്നെ. നീ എവിടെ ഇരുന്നു? അമ്മ കുറേ നിന്നെ അന്വേഷിക്കണു. അമ്മനെ അന്വേഷിച്ചോ? എന്താ നീ കിടന്ന് പരിഭ്രമിക്കണേ? അതേ, എന്താ പറ്റിയ അവിടെ? അമ്മാവ് ഇത് കയ്യിൽ വെച്ചേ. ഇതെന്തത് പൈസ? അത് 300 രൂപ ഉണ്ട്. അത് ഞാൻ നിന്നോട് കാശ് ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ല, ഞാൻ എൻ്റെ സന്തോഷത്തിന് തന്നതാ. എന്താ നിന്റെ കാര്യം? അമ്മാവൻ നിന്ന് സഹായിക്കണം. ഓ, അപ്പൊ നീയും സഹായം ചോദിച്ചു തുടങ്ങിയോ? എന്താ കാര്യ പുണ്യേ? അതേ, നമ്മുടെ പറമ്പില്ലേ, ആ വടക്കേ പറമ്പ്. ആ വടക്കിലും തെക്കൊക്കെ നമ്മുടെ പറമ്പുണ്ട്. എന്താണ് കാര്യം? വടക്കേ പറമ്പിൽ ഒരാൾ പേടിച്ച് നിൽക്കുന്നുണ്ട്. അതിന് നിനക്കെന്താ? ഒരാളവിടെ പേടിച്ച് നിൽക്കണ്ടി നിന്നോട്ടെ. അയാളൊന്ന് വീട്ടിൽ കൊണ്ടാക്കണം. എന്തിനാടാ ഏതൊരാൾ അവിടെ പേടിച്ച് നിൽക്കണേന് നമ്മള് വീട്ടിൽ കൊണ്ടാക്കണേ? ഏതൊരാളല്ല, എനിക്കറിയാ. നിനക്കറിയ ആരാണ്? ആ അമ്മാവനറിയണ്ട. ഞാൻ അറിയണ്ട അച്ഛ, പിന്നെ എന്തിനാ കൊണ്ടാക്കണേ? അല്ല, അമ്മാവനെ അറിയും, പറഞ്ഞറിയും. നീ കിടന്നു വീട്ടിലാണ്ട് ആരാന്ന് പറയാ? ആരാത്? നമ്മുടെ പീതാംബരേട്ടല്ലേ, കുമാരിയുടെ അച്ഛൻ. അയാളെന്തിനാ ഈ പാതിരാത്രിക്ക് നമ്മുടെ പറമ്പിൽ വന്നിട്ട് പേടിച്ച് നിൽക്കണേ? അയാളല്ല, അയാളുടെ മോള് കുമാരി. കുമാരി പറമ്പിൽ പേടിച്ച് നിൽക്കുക. കുമാരി എന്താ ഈ നേരത്തെ നമ്മുടെ പറമ്പില്? കുമാരി എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാ. എവിടെന്ന്? കുമാരിയുടെ വീട്ടിൽ നിന്ന്. അപ്പൊ നീ എപ്പോഴും കുമാരിയുടെ വീട്ടിലേക്ക് പോയി? ഞാൻ പോയില്ല. പിന്നെ എങ്ങനെയാടാ കഴുത നിന്നെ അവള് ഇങ്ങനെ കൊണ്ടുവന്നാക്കണേ? അത് നേരാണല്ലോ അമ്മാവ. ഞാൻ വൈകുന്നേരം പുല്ലി എത്താൻ വേണ്ടി അവിടുത്തെ പറമ്പിൽ പോയതായിരുന്നു. അപ്പൊ പുല്ലിയെത്തി രാത്രിയായി. അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അയ്യോ, എന്ത് നല്ല സത്യം. അമ്മാവൻ സത്യം ഒന്നും നോക്കണ്ട. ഞാൻ അവളെ കാണാൻ തന്നെയാ പോയത്. എനിക്കൊന്ന് കാണണം തോന്നി. ഇങ്ങോട്ട് വരാൻ പേടിയായി. അപ്പൊ അവള് കൊണ്ടാക്കാമെന്നാ. നമുക്കൊന്ന് കൊണ്ടാക്കാം അമ്മാവ അവളെ. എനിക്ക് സൗകര്യമില്ല. അമ്മാവ അങ്ങനെ പറയല്ലേ. എന്താ പിന്നെ പറയണ്ടത്? എന്താ പറയണ്ട? അമ്മ എത്ര നേരം നിന്നെ ഇവിടെ അന്വേഷിക്കണ്. നീ വല്ലോടത്തും പോയി കുത്തിരുന്നിട്ട് എന്നെ സഹായത്തിന് വിളിക്ക. ഒരു പെണ്ണൊറ്റയ്ക്ക് പറമ്പിൽ നിൽക്കണം. അവിടെ നിക്കട്ടാ. അങ്ങനെ പറ്റൂല. പിന്നെ കുമാരിയാണിത്. അന്ന് നീ കൊണ്ടാക്കിക്കോ. അമ്മാവ, ഞാൻ ഇപ്പൊ അവളെ കൊണ്ടാക്കാൻ പോയാ അവള് പിന്നെ തിരിച്ചെന്നെ അങ്ങോട്ട് കൊണ്ടാക്കാൻ വരണം. പിന്നെ ഞാൻ അങ്ങോട്ട് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നേരം വെളുക്കും. അതുണ്ടാവുക. നേരം വെളുക്കട്ടാ. നേരം വെളുക്കുന്ന വരെ നടക്കാലോ പറമ്പിൽ കൂടെ. ഇഷ്ടം പോലെ സംസാരിക്കാലോ. അമ്മാവ ഒന്ന് വാ അമ്മാവ. ഞാനുണ്ടല്ലോ പുണ്യേ. അപ്പൊ ഇതിനുള്ള കൈക്കൂലിയായിട്ടാ നീ എനിക്ക് ഈ പൈസ തന്നല്ലേ? വേണമെങ്കിൽ 500 തരാം. ചേട്ടെ, ഇത് പിടിക്കണത് ഒന്ത കുറ്റി അടിച്ച് ഞാൻ പൊളിക്ക് ഞാൻ. ഡാ, ഞാൻ നിന്റെ അമ്മാവനെ അല്ലാണ്ട് എൻ്റെ നാക്കവിടെ കിടന്നോട്ടെ. അമ്മാവനെ അമ്പിളിനെ എത്ര സഹായിച്ചിട്ടുണ്ട്. അമ്പിളി 5 പൈസ ഒന്നുണ്ടോ? ഞാൻ കാശ് തന്നിട്ടില്ല അമ്മാവ. ഏടാ പുണ്ണി, നീ എന്താ പറയണേ? നീ അമ്മാവ അവളൊന്ന് കൊണ്ടാക്കാം അമ്മാവ. എനിക്ക് സൗകര്യമില്ല. ഒരു പെണ്ണാണ് ഒറ്റക്ക് നിൽക്കാണ് പറമ്പില്. അവിടെ നിൽക്കട്ടെ. വല്ല ജന്തുക്കളൊക്കെ വന്ന് കടിച്ചാലോ? കടിക്കട്ടാ, കടിച്ചോട്ടെ. ഇപ്പൊ നിനക്കെന്താ? നമ്മുടെ കുമാരിയല്ലേ? ആ, നമ്മുടെ കുമാരി തന്നെ. ഇവിടെ കുമാരി. ഞാൻ അമ്മാവനൊരു കണ്ണിച്ചോരല്ലേ കേട്ടോ. എനിക്ക് കണ്ണി ചോരില്ലാന്നേ. എനിക്ക് കണ്ണി ചോരില്ല. നിങ്ങളുടെ ഈ വക പണിക്ക് അടക്കണല്ലേക്ക് പണി. അവിടെ കട്ടെ. അന്തി പാതിരാകുമ്പോൾ ഒരു പെണ്ണാന്നുള്ള ധാരണ വേണ്ടേ? ഇറങ്ങി പോന്നേക്ക.